ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് യൂജിൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മുടി കൊഴിച്ചിൽ അകറ്റാനായിട്ടും അതുപോലെ മുടി നല്ലോണം വളരാനായിട്ടും ഒക്കെയുള്ള 10 ടിപ്സാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ആയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്യുക. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൂടിയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഹെയർ ഓയിൽ ചെയ്യാനായിട്ട് മറക്കരുത്. നന്നായിട്ട് തന്നെ ഓയിൽ ഇടുക. അപ്പോൾ എണ്ണ ഡെയിലി ഇടുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഓയിൽ ഇടാത്ത ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഓയിൽ ഇടുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്, സ്കാൽപ്പിനും ഒക്കെ നല്ലതാണ്. ഓയിലിട്ട് ഒന്ന് മസാജ് ചെയ്ത് ഒക്കെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് കോൾഡൊക്കെ വരുന്നവരാണെങ്കിൽ അതനുസരിച്ച് സമയം ക്രമീകരിക്കാം. നമ്മൾ ഓയിൽ എങ്ങനെയാണ് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ ബദാം ഓയിലോ അല്ലെങ്കിൽ ഔഷധ എണ്ണയോ നമ്മൾ കാച്ചിയെടുക്കുന്നതോ ഉപയോഗിക്കാം കേട്ടോ. എങ്ങനെയാണെങ്കിലും നമുക്കൊരു ഡബിൾ ബോയിലൊക്കെ ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ 2 ദിവസമല്ലേ ഉപയോഗിക്കുള്ളൂ. ആ ഒരു രീതിയിൽ ഒന്ന് ചെറുതായിട്ട് ചൂടുവെള്ളത്തിൻ്റെ പുറത്ത് നമ്മുടെ ഈ ഓയിൽ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് അങ്ങനെ എടുത്തതിന് ശേഷം ചെറിയ ചൂടിൽ നമ്മൾ സ്കാൽപ്പ് മസാജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ റിസൾട്ട് കിട്ടും, ഡബിൾ റിസൾട്ട് കിട്ടും എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്ക് മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാം. ഹെയർ ഒരിക്കലും ഡെയിലി ഓയിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പോലും ഡെയിലി ഷാമ്പു ഇടേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ പ്രത്യേകിച്ചും കെമിക്കൽ ഷാമ്പു ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ കാര്യം മറക്കാതിരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ മുടി വരണ്ട് പോകും, അതുപോലെ പെട്ടെന്ന് പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ 1-2 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കാറുള്ളൂ ഷാമ്പു. പിന്നെ നമുക്ക് താളിയൊക്കെ എനിക്ക് എല്ലാ ദിവസവും ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഷാമ്പു താളി ഉപയോഗിക്കുന്നവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഷാമ്പു ഇടുന്നവർ നമ്മൾ മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് കണ്ടീഷണർ എന്ന് പറയുന്നത്. അത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്തില്ലെങ്കിൽ മുടിക്ക്, പ്രത്യേകിച്ച് ലേഡീസിനാണ് കേട്ടോ, അത് ഒരു നമ്മുടെ മുടിക്ക് കൂടുതൽ വരണ്ട് പോകാനൊക്കെ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഷാമ്പു ഇടുമ്പോൾ പ്ലസ് കണ്ടീഷണർ കൂടി ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ, ഒരാഴ്ചത്തേക്കൊക്കെ ഉപയോഗിച്ച് വെക്കാൻ പറ്റിയ നമ്മുടെ ഹോം മെയ്ഡ് ഷാമ്പു ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വീഡിയോയുടെ ലിങ്ക് തരാം, അല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം ഓർത്തത് കേട്ടോ. അപ്പോൾ എൻ്റെ 𝗪𝗏𝗵ന്റെ ഹെയർ ഗ്രോത്ത് ഗമ്മീസ് ആണ്. അപ്പോൾ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് സാധാരണ കഴിക്കുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ കഴിക്കാൻ വിട്ടുപോയി, അപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത്. അപ്പോൾ ഇതൊന്ന് കഴിച്ചോട്ടെ കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. നമുക്ക് പലരുടെ ഒരു പ്രശ്നമാണ്, മുടിക്ക് ഒരുപാട് ഹെയർ പാക്ക് ഇടുന്നുണ്ട്, ഹെയർ ഓയിൽ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്തിട്ട് നമ്മുടെ മുടി കൊഴിച്ചിലാണ് എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതിലേക്കൊക്കെ ഞാൻ വരാം. അതിനുള്ളൊരു പരിഹാരമാണ് കേട്ടോ 𝗪𝗏𝗵ന്റെ ഹെയർ ഗ്രോത്ത് ഗമ്മീസ്. ഇത് മൾട്ടി വിറ്റാമിൻ, അതുപോലെ തന്നെ നമ്മുടെ വൈറ്റമിൻ എ, സി, ഇ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തു നിന്ന് കിട്ടും. അതുപോലെ തന്നെ ബയോട്ടിൻ, നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ ഹെയർ തിന്നിങ്ങിനൊക്കെ ഒരു പരിഹാരമാണ് നമ്മുടെ ഈ ഒരു ബയോട്ടിൻ. അപ്പോൾ ബയോട്ടിനൊക്കെ ഇതിന് മെയിനായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള പോഷകങ്ങൾ ശരിയായ രീതിയിൽ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മുടി വളരാതിരിക്കും, അതുപോലെ തന്നെ മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ വളരെ പ്രധാനമാണ്. നമ്മൾ എല്ലാം എന്തൊക്കെ കഴിക്കണമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, പാല്, മുട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതേപോലുള്ള ഗമ്മീസ് ആണെങ്കിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ശരീരത്തിൽ അത്തരം കുറവുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറഞ്ഞു കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു മിഠായി കഴിക്കുന്ന പോലെ ടേസ്റ്റ്, പക്ഷേ ഇത് ഷുഗർ ഫ്രീ ആണ്. ഇത് 30 എണ്ണത്തിൻ്റെ ഒരു പാക്കായിട്ടാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഡെയിലി നമ്മൾ ഒരെണ്ണം ആഹാരശേഷം അഡൽസിനുള്ളതാണ്. പ്രത്യേകിച്ച് ഇത് ലേഡീസിൻ്റെ ഒരു പാക്കാണ് കേട്ടോ. ഇവരുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കും വെബ്സൈറ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും ഡോക്ടറെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇവർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്നൊക്കെയുള്ള ഡോക്ടറുമായിട്ട് ഫ്രീ ആയിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ തുടങ്ങാം എന്നാണ് അവരൊരു പ്ലസ് ആയിട്ട് പറയുന്നത്. അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളെ കൂടി ഇതൊന്ന് പരിചയപ്പെടുത്താം എന്ന് കരുതുന്നത്. അപ്പോൾ ഈ അവസരം മിസ് ചെയ്യേണ്ട കേട്ടോ. തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് വേണം തലമുടി കഴുകാനായിട്ട്. അതൊരു മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ശരീരത്തിനും അത് തന്നെയാണ് നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ മുടി വാഷ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ മുടി വളർച്ചയുടെ ശക്തി കുറയും ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ള, ക്ലോറിൻ വാട്ടറൊക്കെ ആണെങ്കിൽ നമ്മൾ മാക്സിമം എത്ര സമയം വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ക്ലോറിൻ്റെ പ്രശ്നങ്ങളൊക്കെ
പോയി കഴിഞ്ഞതിന് ശേഷം കുളിക്കാൻ പറ്റുന്നു, അതായിരിക്കും ഏറ്റവും നല്ലത്. കുളിച്ചതിന് ശേഷം ഭയങ്കരമായിട്ട് മുറുക്കി കെട്ടി വയ്ക്കുക, അത് പാടില്ല. അതുപോലെ തന്നെ നനഞ്ഞിരിക്കുന്ന സമയത്ത് മുടി ചീകാൻ പാടില്ല. പിന്നെ ആണുങ്ങളുടെ കേസാണെങ്കിൽ അവർ ഒരുപാട് പ്രാവശ്യം മുടി ചീകുന്ന ഒരു ബാഡ് ഹാബിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. 2 പ്രാവശ്യം മാത്രം മുടി ചീകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടിപ്സ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹെയർ പ്രോബ്ലംസിനുള്ള ഒരു അത്യാവശ്യം ഒരു സൊല്യൂഷൻ നമ്മുടെ ഈ വീഡിയോയിലൂടെ കിട്ടിയെന്ന് കരുതുന്നു. നമ്മൾ ഡെയിലി ഹെയർ പാക്കും കാര്യങ്ങളും ഒന്നും ഇടരുത്. 2 ദിവസം കൂടുമ്പോഴൊക്കെ വേണം ഈ ഹെയർ പാക്ക് കാര്യങ്ങൾ ഇടാൻ. നമ്മുടെ ചാനലിൽ ഒരുപാട് ഹെയർ പാക്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് യോജിക്കുന്നത്, നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് യൂസ് ചെയ്യാം. അതുപോലെ ഹെയർ പ്രോബ്ലംസ് ഉള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ബോഡി വൈസിൻ്റെ ഹെയർ ഗ്രോത്ത് ഗമ്മീസിൻ്റെ കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.